നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. സൗഹൃദങ്ങൾ നന്നായി സൂക്ഷിക്കുന്നവരും സൗഹൃദങ്ങൾ സ്വന്തം കാര്യത്തിന് വേണ്ടി സൂക്ഷിക്കുന്നവരും സൗഹൃദമുണ്ട് എന്ന് അഭിനയിക്കുന്നവരും ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് സിനിമയിൽ. എനിക്ക് മമ്മൂട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു സുഹൃത്ത് വലയമില്ലാതെ അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. എപ്പോഴും ഒരു സൗഹൃദ വലയം കൂടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലിട്ട മീനിനെ പോലെ ആയിപ്പോൾ അദ്ദേഹം. എപ്പോഴും നിങ്ങൾ ഷൂട്ടിംഗ് സ്ഥലത്ത് നോക്കി നോക്കി. ഇപ്പോൾ ഈ കാരവൻ വന്ന ശേഷമുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, ആ സംസ്കാരത്തിൽ. എന്നാലും എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ കാരവാനകത്ത് ഒരു 5 പേരെങ്കിലും, രമേഷ് പിഷാരടി അടക്കം ഒരു 5 പേരെങ്കിലും ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അല്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയില്ല. ഏകാന്തതയിൽ ഒതുങ്ങിയിരിക്കാൻ, അല്ലെങ്കിൽ കഥാപാത്രവുമായിട്ട് താരതമ്യം പ്രാപിക്കാൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പുള്ളി മാറിയിരിക്കുകയൊന്നുമില്ല. നമ്മുടെ നടൻ ശ്രീരാമനെ പോലെ, മണിയമ്പിള്ള രാജുവിനെ പോലെ, അരിയാർ സാറിനെ പോലെ, സുരാജ് വെഞ്ഞാറമ്മൂടിനെ പോലെ, ഇപ്പോൾ രമേഷ് പിഷാരടിയെ പോലെ കാലാകാലങ്ങളിൽ പുള്ളി ഒരുപാട് പേരെ കൊണ്ടുനടക്കും. പ്രത്യേകിച്ച് ഈ അല്പഹാസ്യം പറയുന്നവരാണെങ്കിൽ ചളം ഹാസ്യം കേട്ടാലും മതി, പുള്ളി പൊട്ടി ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരെയും അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽ എപ്പോഴും ചുറ്റിനും ഉണ്ടാകും. പണ്ടൊക്കെ ആണെങ്കിൽ അദ്ദേഹം ഷൂട്ടിംഗ് സ്ഥലത്ത് വരുമ്പോൾ ഭയങ്കര രസമാണ്. വലിയ സ്ക്രീനും പ്രൊജക്ടറും സിനിമകളുടെ DVD ഒക്കെ ആയിട്ടാണ് പണ്ട് വന്നുകൊണ്ടിരുന്നത്. കാസറ്റ്, DVD പ്ലെയർ ഒക്കെ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വൃത്തിയുള്ളൊരു പറമ്പിൽ ഈ കർട്ടനെ വലിച്ചങ്ങ് കെട്ടിയിട്ട് നല്ല സിനിമകളും വിദേശ സിനിമകളടക്കം നല്ല സിനിമകൾ, തല്ലിപ്പൊളി കോമഡി സിനിമകളും ഒക്കെ ഇടും. പക്ഷേ ഇദ്ദേഹം ഇതൊന്നും കാണില്ല. നാട്ടുകാരും മറ്റ് സിനിമാക്കാരും, ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സിനിമാക്കാരും ഒക്കെ കാണും. അദ്ദേഹം ആ സമയത്ത് ക്യാമറയുടെ മുന്നിലായിരിക്കും. അതൊരു വീക്ക്നെസ് ആയിരുന്നു പുള്ളിക്ക് ഒരുപാട് കാലം. ഒരു കാറിൻ്റെ വരുന്ന കാറിൻ്റെ ഡിക്കി മുഴുവൻ ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള സാധനങ്ങളുമായിട്ടാണ് വന്നിട്ടിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കാറുകളും കാർ ഓടിക്കലുകളും. എനിക്ക് തോന്നുന്നു അടുത്ത സമയത്തെന്തോണം അദ്ദേഹം കാർ ഓടിക്കൽ നിർത്തിയത്. നെഞ്ചത്ത് കൈവച്ചല്ലാതെ മമ്മൂക്കയുടെ കാറിൽ യാത്ര ചെയ്യാനാവില്ല എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഞാൻ ആ അനുഭവം പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്ന് കുറേ പേരെന്നെ പൊങ്കാലിട്ടു. അത് കാര്യമില്ല, നമുക്ക് നമ്മുടെ അനുഭവങ്ങളല്ലേ പറയാൻ പറ്റൂ. ഒരു കാലത്ത് തലസ്ഥാനത്ത് വന്നാൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു ചിക്കു സന്തോഷ് എന്ന് വിളിക്കുന്ന ആൾ, നിർമ്മാതാവ്. അപ്പോൾ നിർമ്മാതാവിനും അപ്പുറം സിനിമാക്കാരുടെ സൗഹൃദ കൂട്ടായ്മയിൽ എപ്പോഴും മുന്നിലുണ്ടായിരുന്ന ആളായിരുന്നു സന്തോഷ്. ചിക്കൂസേ എന്നേ എല്ലാവരും വിളിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ചെറിയ ചില ട്രാജഡികൾ കൊണ്ടാണെന്ന് തോന്നുന്നത് അദ്ദേഹം സിനിമയിൽ നിന്ന് പൂർണ്ണമായി ഇപ്പോൾ മാറി നിൽക്കുന്നത്. എങ്കിലും ഈ അടുത്തിടെ സുരേഷ് കുമാറിൻ്റെ അമ്മയുടെ നവതി ആഘോഷിക്കുന്നിടത്ത് ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ചിക്കൂസിനെ കണ്ടു. പക്ഷേ പഴയ പ്ലീസിങ്ങോടെ ഒരുപാട് സംസാരിക്കുന്ന ശീലമൊക്കെ മാറ്റി എന്ന് തോന്നുന്നു. ധർത്തിപുത്ര എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാനായിട്ട്, ഹിന്ദി സിനിമയിൽ അഭിനയിക്കാനായിട്ട് പൂജപ്പുര ജയിലിലായിരുന്നു പ്രധാന ലൊക്കേഷൻ. അഭിനയിക്കാനായി വരുന്ന കാലത്താണ്, ആ കാലത്ത് അദ്ദേഹം എന്തോ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാർ കൊണ്ടുവരാൻ പറ്റിയില്ല മമ്മൂക്കയ്ക്ക്. പകരം ചിക്കൂസിൻ്റെ മജന്ത കളറിലുള്ള മാരുതി ഓമിനി ആയിരുന്നു അദ്ദേഹം ആ ധർത്തിപുത്ര തീരുന്നവരെയും കൊണ്ടു നടന്നിരുന്നത്. അതൊരു നൊയമ്പ് കാലമായിരുന്നു. കേരള ഉദിക്കായി അഭിമുഖം നടത്താനായിട്ട് ഞാൻ രാവിലെ പങ്കജ് ഹോട്ടലിൽ ചെല്ലും. ഈ ഓമിനിയിൽ ഡ്രൈവർ സീറ്റിലേക്ക് മമ്മൂക്ക കയറും. എവിടെ വന്നാലും ഡ്രൈവർ കാർ തിരിച്ചിടുമല്ലോ, കയറിയിരുന്ന് അങ്ങ് ഓടിച്ചാൽ മതി, അല്ലാതെ റിവേഴ്സ് എടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഡ്രൈവർ സീറ്റിൽ മമ്മൂക്ക കയറും, ഇടതുവശത്ത് ഞാൻ കയറും. പുറകിൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ എല്ലാമായ ജോർജും ഡ്രൈവറും പരിവാരങ്ങളും ഒക്കെ കയറും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് സെൻട്രൽ ജയിൽ, പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്താനായിട്ട് അദ്ദേഹത്തിന് മിനിറ്റുകൾ പോലും വേണ്ട, അതിനുമുമ്പ് പറന്നവിടെ എത്തിയിരിക്കും. പോകുന്ന വഴിയിലെ എല്ലാ കുണ്ടും കുഴിയിലും ചാടിച്ച്, അതിനിടയ്ക്ക് അപ്പുറത്ത് വന്ന കാർ സൈഡ് കയറാത്തതാണ് ഈ കുഴിയിൽ ചാടിച്ചു എന്നുള്ളതുകൊണ്ട് ആ പോയ വണ്ടിക്കാരനെ വഴക്ക് പറയും. പക്ഷേ ഗ്ലാസ് ഇട്ടിരിക്കുന്നുണ്ട്, അറിയില്ലല്ലോ ഇത് മമ്മൂട്ടി വഴക്ക് പറയുകയാണെന്ന്. 6 ദിവസം, എല്ലാ ദിവസവും ഉച്ചവരെ 6 ദിവസം സംസാരിച്ചായിരുന്നു ഞാൻ ആ അഭിമുഖം എടുത്തത്. ഉച്ചയ്ക്ക് പാളയം പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ എന്നെ സ്റ്റാച്യൂവിൽ വിട്ടിട്ട് പോകുമായിരുന്നു. ആ ദിവസങ്ങൾ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. കാരണം ശരിക്കും പേടിച്ചു പോയ അവസരമായിരുന്നു. ഈ ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നു, ഒന്നത് ഓമനിയല്ലേ, ഫ്രണ്ടൊന്നും ഇല്ലല്ലോ. സത്യനന്ദിക്കാട്ടിൻ്റെ ഗോളാന്തര വാർത്തയിലെ രമേശൻ നായരാകാനായിട്ട് ലൊക്കേഷനിലേക്ക്
പോകുന്ന വഴിക്ക് പുതിയ ഒരു കാർ, അത് ഏത് കാറെന്ന് എനിക്കറിയില്ല, ഒരു പുത്തൻ കാർ 4 കാരണം മറിച്ച് തള്ളിയിട്ടു. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് അതിൽ നിന്ന് ഇറങ്ങി ഒന്നും സംഭവിക്കത്തില്ല, ഇറങ്ങി അടുത്ത വണ്ടിക്ക് ഇറങ്ങിപ്പോയി. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് പുറപ്പാടിൻ്റെ സെറ്റിൽ മമ്മൂക്ക അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ പാലക്കാട്ടേക്ക് പോകും. അവിടെ മൃഗയ ഷൂട്ട് നടക്കുകയാണ് ഐ.വി. ശശിയുടെ. അപ്പോൾ പാലക്കാട്ടേക്ക് പോകും. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ സൺഡേ 7 PM എന്ന് പറഞ്ഞ ഷാജി കൈലാസിൻ്റെ പടം തൊടുപുഴയിൽ നടപ്പുണ്ട്. അപ്പോൾ മൂലമുറ്റത്ത് നിന്ന് വരുന്ന വഴിക്ക് തൊടുപുഴയിൽ ലൊക്കേഷനിൽ ചെന്ന് മഹേഷിനെയും കൂടെ കയറ്റിക്കൊണ്ടുപോകും. അങ്ങനെ രാത്രികളിൽ പായുന്നതിനിടയിൽ ഒരു സൈക്കിൾ യാത്രക്കാരനെ മനോഹരമായി തള്ളിയിട്ടു. അന്ന് അദ്ദേഹത്തിൻ്റെ കാർ എനിക്ക് തോന്നുന്നു 369 എന്നുള്ള ഒരു നീളം കൂടിയ കാറാണ്, കോണ്ടസ കാറാണെന്നാണ് എൻ്റെ വിശ്വാസം. പുറകിൽ ഡിഷൊക്കെ വെച്ചത്. തള്ളിയിട്ടു, അയാൾ വീണു തൊടുപുഴ വെച്ച്, ജംഗ്ഷനിൽ വെച്ച്. മഹേഷ് ചാടി ഇറങ്ങി ആ വീണ ആളിനെ പിടിച്ചേക്ക് എണീപ്പിച്ച് സോറി പറഞ്ഞു. ആൾക്കൂട്ടം പെട്ടെന്ന് ഒന്ന് കൂടുമല്ലോ ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ. അപ്പോൾ നോക്കുമ്പോൾ തലയിൽ തോർത്തൊക്കെ കെട്ടിയ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത്. അയാൾ അഹങ്കാരിയാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം തലയിൽ കെട്ടുമൊക്കെ കെട്ടി ജാടയിൽ സ്റ്റിയറിങ്ങിൽ തന്നെ പിടിച്ചുകൊണ്ട് സീറ്റിൽ തന്നെ ഇരിക്കാൻ ഇറങ്ങുന്നില്ല. നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ സാറ് വളരെ മാന്യമാണ്, പക്ഷേ സാറിൻ്റെ ഈ വൃത്തികെട്ട ഡ്രൈവർ ഉണ്ട് ഇറങ്ങാത്തത് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇരുട്ടുകൊണ്ടായിരിക്കും അറിയാത്തത്. അവിടെ നിന്ന് മമ്മൂക്ക ഇറങ്ങിയപ്പോൾ സാക്ഷാൽ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ അങ്ങോട്ട് സോറി പറഞ്ഞു. ഇങ്ങനെ മമ്മൂട്ടി കഥ പറയാനിരുന്നാൽ ഒരു 100 എപ്പിസോഡ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനാവും. ഇപ്പോൾ മമ്മൂക്കയെക്കുറിച്ച് കഥ പറയണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ അല്പം ആരോഗ്യ പ്രശ്നമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി എന്തൊക്കെ മറച്ചു വെച്ചാലും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട്. ആ വാർത്തയെ ഇവിടെ ആഘോഷമാക്കി പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് എത്ര കഥകൾ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് പുറകിലേക്ക് തപ്പി നോക്കൂ. എന്തെല്ലാം കഥകളാണ് മമ്മൂക്കയുടെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചത്. എല്ലാം നിശബ്ദത കൊണ്ട് അദ്ദേഹം കീഴടക്കി. ഇപ്പോൾ ശാന്തമാണ്, ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ദുരന്തം എനിക്ക് ഫീൽ ചെയ്തു. ആ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ മമ്മൂട്ടി എന്നൊരു ആളെപ്പറ്റി 40 വർഷക്കാലം മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി 1ാം നിരയിൽ നിന്ന മമ്മൂട്ടി എന്ന ആളെപ്പറ്റി ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല. നല്ലതും ചീത്തയും ഒന്നും പറയുന്നില്ല. അതാണ് സിനിമ എന്ന് എനിക്ക് തോന്നി. കാരണം സിനിമ നിശ്ചിതം പോവും, പക്ഷേ ഒരല്പം ബ്രേക്ക് എടുത്ത മമ്മൂക്കയെക്കുറിച്ച് ഇപ്പോൾ ആരും നല്ലതും പറയുന്നില്ല, ചീത്തയും പറയുന്നില്ല. അതാണ് സിനിമ. ലൈവിൽ നിൽക്കുമ്പോഴേ ഉള്ളന്നേ സ്നേഹവും ബഹുമാനവും ഒക്കെ. അതാണ് സിനിമയുടെ നടപ്പ് ശീലം. ലൈവിൽ നിൽക്കുമ്പോൾ മാത്രം പൊക്കിക്കൊണ്ട് നടക്കാൻ എത്ര പേര് വേണമെങ്കിലും കിട്ടും. നിർബന്ധമായും മമ്മൂക്കയെ പറ്റിയൊരു എപ്പിസോഡ് ചെയ്യണം എന്നെനിക്ക് തോന്നിയത് ഇത് മനസ്സിലാക്കിയപ്പോഴാണ്. കാരണം ആരും അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. കള്ളമെങ്കിലും പറയണ്ടേ, പക്ഷെ ഒന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ചൊരു സ്റ്റോറി ചെയ്യണം എന്ന് തോന്നിയത്. അപ്പോൾ എന്തു പറയണം എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് മമ്മൂക്കയുടെ സൗഹൃദങ്ങളെപ്പറ്റി പറയാം എന്ന് തോന്നി. ആദ്യം ഒരു വാഹന കഥ തന്നെ പറയാം. വാഹനം മമ്മൂട്ടി എന്താ പറയുക എപ്പോഴും ചേർന്ന് നിൽക്കുന്നതാണല്ലോ. പത്മരാജൻ സംവിധാനം ചെയ്യുന്ന കൂടെവിടെ എന്ന് പറഞ്ഞ സിനിമ ഊട്ടിയിൽ ചിത്രീകരണം നടക്കുകയാണ്. കൂടെവിടേക്ക് മുന്നേ 3-4 സിനിമകളിൽ മമ്മൂട്ടിയും മണിയമ്പിള്ള രാജുവും ഒന്നിച്ച് അഭിനയിച്ചതിനാൽ നല്ല സുഹൃത്തുക്കളാണ്. ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതോ കൂടെവിടയിലാണോ ആദ്യം ഒന്നിച്ച് അഭിനയിച്ചെന്ന് തോന്നുന്നു. എന്തായാലും ഇരുവരും നല്ല പരിചയമുണ്ട്. കൂടെവിടയിലെ അതിൽ സദാസമയവും പട്ടാളത്തിൻ്റെ ഒരു ജീപ്പ് ഓടിച്ചാണല്ലോ മമ്മൂക്ക അഭിനയിക്കുന്നത്. ഒരു നാൾ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഹോട്ടലിലേക്ക് പോകാൻ ഈ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ജീപ്പിലെ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ മമ്മൂട്ടി കയറിയിരുന്നു. ഞാൻ ഈ ജീപ്പ് കൊണ്ടുപോകണമെന്നുണ്ട് കയറിയിരുന്നു. എന്നിട്ട് കൂട്ടിനായിട്ട് മണിയമ്പിള്ള രാജുവിനെയും വിളിച്ച് കയറ്റി. അപ്പോൾ രാജുവേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ചിരിച്ചു മണ്ണ് വെപ്പി പോവും. പറയുന്ന മുഴുവൻ ആലോചിച്ച് ചിരിക്കാവുന്ന തമാശകളല്ലേ അദ്ദേഹം പറയും. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ലൊക്കേഷനിൽ നിന്ന് ശരവേഗത്തിൽ ജീപ്പ് പാഞ്ഞങ്ങ് പോയി ഇവർ രണ്ടുപേരുമായിട്ട്. ഊട്ടിയിലെ വളവും തിരിവും കുന്നും ഇറക്കവും ഒക്കെ കടന്ന് ജീപ്പ് ഹോട്ടൽ ലക്ഷ്യമായി പായുമ്പോഴാണ് എതിരെ വന്ന ഒരു ലോറി ചെന്ന് പടയാന്ന് പറഞ്ഞ ഒരു ഒറ്റ ഇടിയിടിക്കുകയും ജീപ്പ് കരണം മറിഞ്ഞങ്ങ് പോയി. സന്ധ്യസമയമാണേ. ജീപ്പ് എത്രയോ വട്ടം തലകുത്തി മറിഞ്ഞു. മണിയമ്പിള്ള ജീപ്പിനടിയിലായി. ഇടിയുടെ ആഘാതത്തിൽ
പേടിച്ചത് കൊണ്ടും കൂടിയായിരിക്കാം മണിയമ്പിള്ളയുടെ ബോധവും പോയി. ഭാഗ്യം, ജീപ്പ് ഓടിച്ച മമ്മൂട്ടിക്ക് ഒരു പരിക്ക് സംഭവിച്ചില്ല. ആരൊക്കെയോ ഓടിക്കൂടി മണിയമ്പിള്ളയെ വലിച്ചെടുത്തു. അത് അവിടെയും ഭാഗ്യം കടാക്ഷിച്ചു. കാരണം മണിയമ്പിള്ളയ്ക്ക് മുറിവൊന്നുമില്ല. നിസ്സംഗനായി നടുറോഡിൽ കയറി നിന്ന മമ്മൂട്ടിയുടെ മുന്നിലേക്ക് പത്മരാജനും ഷൂട്ടിംഗ് ക്രൂവും എത്തി. ഇരുവരെയും വണ്ടിയിൽ കയറ്റിപ്പോയി. ഒരു ചെറിയ മുറിവ് പോലും ഇല്ലാതെ മണിയമ്പിള്ള രക്ഷപ്പെട്ടത് കണ്ടപ്പോൾ മമ്മൂട്ടി പറഞ്ഞത്, ഇവനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നാളത്തെ പത്രം മുഴുവൻ എന്നെ എഴുതി കൊന്നേനെ, മണിയമ്പിള്ളയെ കൊന്ന കൊലയാളിയാക്കിയേനെ എന്ന് പറയും. കാരണം ഇപ്പോൾ ജയൻ ഹെലികോപ്റ്ററിൽ അപകടത്തിൽ മരിച്ചപ്പോൾ ബാലങ്കൻ നായരെയും സോമനെയും ഒക്കെ വെറുതെ വിട്ടു ആരെങ്കിലും? എയർഫോഴ്സിലായിരുന്ന സോമൻ പൈലറ്റിനെ സ്വാധീനിച്ച് ജയനെ കൊന്നതാണ്. ബാലങ്കൻ നായർക്ക് ജയനോട് വൈരാഗ്യമുണ്ടായിരുന്നു, ഹെലികോപ്റ്റർ അകത്തിരുന്നുകൊണ്ട് കയ്യിൽ ചവിട്ടി തള്ളിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം നട്ടാക്കുരുക്കാത്ത കള്ളങ്ങൾ പറഞ്ഞു. അതുപോലെ മണിയമ്പിള്ളയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പത്രങ്ങൾ കൊണ്ടാടിയനെ. അന്ന് യൂട്യൂബർമാരൊന്നും ഇല്ലല്ലോ. എന്നാലും പത്രങ്ങളുടെ ഹെഡിങ്ങിൽ വന്ന സംശയമാണ് മമ്മൂട്ടി അമിത വേഗതയിൽ ഓടിച്ച് മണിയമ്പിള്ളയെ മനഃപൂർവ്വം കൊന്നതാണെന്നൊക്കെ പറഞ്ഞേനെ. പക്ഷേ ഭാഗ്യത്തിന് അതൊന്നും ഉണ്ടായില്ല. മമ്മൂട്ടി മണിയമ്പിള്ളയെ ആദ്യമായി പരിചയപ്പെട്ടതും രസകരമായ ഒരു രംഗമാണ്. ചെറു ചെറു വേഷങ്ങൾ ചെയ്ത് ഒരു ഉറപ്പുമില്ലാതെ സുധീർ കുമാർ എന്ന രാജു നടക്കുന്ന കാലത്താണ് മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്ന് പറഞ്ഞ സിനിമയിൽ നായക വേഷം, കമൽഹാസൻ വെച്ചിരുന്ന വേഷം ബാലചന്ദ്ര മേനോൻ ഈ സുധീർ കുമാറിന് നൽകുന്നത്. സിനിമ സൂപ്പർ ഹിറ്റായതോടെ സുധീർ കുമാർ എന്ന രാജു മണിയമ്പിള്ള രാജുവായി മാറി. 10 പേർ അറിയുന്ന നടനായി മാറി. അതൊരു യാഥാർത്ഥ്യമാണ്. വേറൊരു പടത്തിൽ അഭിനയിക്കാനായി മണിയമ്പിള്ള തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കാരണം അന്ന് സിനിമാക്കാർക്ക് നമ്പർ 20 മദ്രാസ് മേലേ ഉള്ളൂ മദ്രാസിൽ പോകാനായിട്ട്. അന്ന് ഫ്ലൈറ്റ് ടിക്കറ്റൊന്നും ആർക്കും എടുത്തു കൊടുക്കില്ല. അപ്പോൾ ട്രെയിൻ കയറാനായിട്ട് മണിയമ്പിള്ള രാജു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. പ്ലാറ്റ്ഫോമിലൂടെ മണിയമ്പിള്ള നടക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ മുന്നേറ്റം എന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുകയാണ്. അതിൽ നിന്നൊരാൾ, ആ ഷൂട്ടിംഗ് ക്രൂവിൽ നിന്നൊരാൾ ഓടി വന്ന് പരിചയപ്പെടുത്തി സ്വയം, ഞാൻ മമ്മൂട്ടി. മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള കണ്ടു, നല്ല സിനിമ കേട്ടോ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അതാണ് മണിയമ്പിള്ള രാജു മമ്മൂട്ടിയുമായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന രംഗം. ആ പരിചയം നല്ല സൗഹൃദമായി വളരുകയും മണിയമ്പിള്ള നിർമ്മിച്ച അനശ്വരമടക്കം മമ്മൂട്ടി നായകനാകുകയും ചെയ്തു. നല്ല നല്ല ഗിവ് ആൻഡ് ടേക്ക് ബന്ധമാണ് അവർ തമ്മിൽ. മോഹൻ സംവിധാനം ചെയ്ത് ഇന്നസെൻറ്റും ഡേവിഡ് കാച്ചപ്പള്ളിയും കൂടി നിർമ്മിച്ച സിനിമയാണല്ലോ വിട പറയും മുമ്പേ. അത് തിയേറ്ററിലെത്തിയപ്പോൾ വലിയ വിജയമായി മാറി. ഒരു ദിവസം മണിയമ്പിള്ള തിരുവനന്തപുരത്ത് തിട്ടമംഗലത്തുള്ള നെടുമുടിയുടെ വീട്ടിൽ ചെന്നു. അങ്ങനെ നെടുമുടിയും മണിയമ്പിള്ളയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അതാ കയറി വരുന്നു മമ്മൂട്ടി. അന്നും മണിയമ്പിള്ളയായിട്ട് നന്നായിട്ട് സംസാരിച്ചിട്ട് പിരിഞ്ഞു. ആദ്യകാലത്ത് മമ്മൂട്ടി സ്ഥിരമായി തലസ്ഥാനത്ത് താമസിച്ചിരുന്ന ഹോട്ടൽ ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞു, പങ്കജ് ഹോട്ടലിലായിരുന്നു. പങ്കജ് ഹോട്ടലിൽ ഒരു ദിവസം മണിയമ്പിള്ള രാജുവും വേണു നാഗവള്ളിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു മമ്മൂട്ടി. KG ജോർജുമായുള്ള എന്തോ അസ്വാരസ്യത്തിൽ മമ്മൂട്ടി യവനികയിൽ സഹകരിക്കാതെ മാറി നടക്കുന്ന കാലമാണ്. മമ്മൂട്ടിയെ കണ്ടപ്പോൾ വേണുനാഗവള്ളി പറഞ്ഞു, മമ്മൂസേ, എന്തു വന്നാലും എത്ര തിരക്കുണ്ടെങ്കിലും യവനിക നിങ്ങൾ ചെയ്യണം, ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. ഒരു പ്രൊഡ്യൂസറെ പോലെ, ഒരു സംവിധായകനെ പോലെ വേണുനാഗവള്ളി റിക്വസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് ആ പടമുണ്ട്, മറ്റേ പടമുണ്ട്, ഈ പടമുണ്ട് എന്നൊക്കെ മമ്മൂട്ടി വച്ച് കാച്ചുന്നു. ഒടുവിൽ വേണുനാഗവള്ളിയുടെ കെണിയിൽ മമ്മൂട്ടി വീണു എന്ന് തന്നെ പറയാം. ഞാൻ വരാം, ചെയ്യാം എന്ന് ഉറപ്പ് കൊടുത്തു വേണുനാഗവള്ളി. ഇത്രയും സൗഹൃദമുള്ള മണിയമ്പിള്ളയെ മമ്മൂട്ടി പരസ്യമായി കൊച്ചാക്കിയൊരു കഥ വേണമെങ്കിൽ പറഞ്ഞുതരാം. കണ്ണൂരിൽ IV ശശിയുടെ അതിരാത്രം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ചിത്രീകരണം നടക്കുകയാണ്. ഒരു ദിവസം പകൽ സീനേ ഉള്ളൂ. പകലത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് മമ്മൂട്ടിയും മണിയമ്പിള്ളിയും കൂടെ കാറിൽ ഹോട്ടലിലേക്ക് വരികയാണ്. ഇപ്പോൾ ഒരു വെയിലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നതിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കാം. അന്ന് കാരവാനൊന്നും ഇല്ലല്ലോ. മമ്മൂട്ടിക്ക് നല്ല വെള്ളദാഹം. നമുക്കോരോ നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് മമ്മൂട്ടി പറഞ്ഞു. ഒരു കടയുടെ മുന്നിൽ കാർ നിർത്തി ഓരോ നാരങ്ങ വെള്ളം കുടിച്ചു. നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തു. ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ പൈസ എടുത്ത് നീട്ടി. അപ്പോൾ മണിയമ്പിള്ളിക്ക് നോക്കുകയാണ്. മണിയമ്പിള്ളി 2 പേരേ ഉള്ളേ, പക്ഷേ പുള്ളിയുടെ നാരങ്ങ വെള്ളത്തിൻ്റെ പൈസ കൊടുത്തു. ഇതെന്ത് പണിയാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നായി മണിയമ്പിള്ള. ഇത്തിരി രോഷത്തോടെ മമ്മൂട്ടി അതിൻ്റെ മറുപടി പറഞ്ഞു,
നീയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ട് വാങ്ങുന്നത് പുളുങ്കുരുവൊന്നും അല്ലല്ലോ. മണിയമ്പിള്ള ഒന്ന് ചമ്മി. കാരണം ഞാൻ അഭിനയിച്ച് പൈസ ഉണ്ടാക്കുന്നു, ഞാൻ അതിന് എനിക്കിഷ്ടമുള്ള സാധനം വാങ്ങി കഴിക്കുന്നു. നീയും അതുപോലെ പൈസ വാങ്ങിക്കുന്ന ആളല്ലേ, നിൻ്റെ നാരങ്ങ വെള്ളത്തിൻ്റെ പൈസ നീ കൊടു എന്നാണ് അദ്ദേഹം പറയുന്നത്. മണിയമ്പിള്ളയ്ക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, മണിയമ്പിള്ള പേഴ്സ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ആ ചമ്മി നിൽക്കുകയാണ് പൈസ കൊടുക്കാനില്ലാതെ. അങ്ങനെ മണിയമ്പിള്ളയുടെ കാശും കൂടി മമ്മൂട്ടി കൊടുത്തു. രണ്ടുപേരും വീണ്ടും കാർ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മണിയമ്പിള്ള ആലോചിച്ചത് വേറൊരു കാര്യമാണ്. ഇങ്ങനെപ്പറ്റി സിനിമാക്കാരൊക്കെ പറയുന്നത് ഇയാൾ ഭയങ്കര അഹങ്കാരിയാണ്, ഭയങ്കര ജാടത്തേണ്ടിയാണ് എന്നൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഉപ്പ് തേക്കാത്തത്ര പിശുക്കനാണ് എന്ന് ഇപ്പോഴാണ് മണിയമ്പിള്ളയ്ക്ക് മനസ്സിലായത്. ഇയാൾ ഭയങ്കര ജാടയാണെന്നേ, വൃത്തികെട്ടവൻ, ഭയങ്കര ജാടയാണ് എന്ന് പറയുന്ന സിനിമാക്കാരെ അദ്ദേഹത്തിന് അറിയാം. അയ്യോ ഭയങ്കര അഹങ്കാരിയല്ലേ. അപ്പച്ചൻ്റെ പോലും ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നപ്പോൾ അപ്പച്ചൻ്റെ കൂടെ പടയോട്ടത്തിൻ്റെ സ്ക്രിപ്റ്റ് കൊണ്ടിട്ട് വായിക്കട്ടെ എന്ന് പറഞ്ഞ ആളെന്നോ, അല്ലെങ്കിൽ ജയനും ഷീലയും വിജയ മൂവീസ് ബാബു സേവറും കൂടി എടുക്കാതിരുന്ന സിനിമയിൽ ജയൻ അകാലത്ത് മരിച്ചു പോയപ്പോൾ അതിൽ ആർട്ടിസ്റ്റുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോൾ ഷീലയുടെ സഹോദരൻ്റെ വേഷം മമ്മൂട്ടിക്ക് കൊടുത്തു. ഷീല ലൊക്കേഷനിൽ വന്നപ്പോൾ കാലും ഇട്ട് ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, സൂപ്പർ സ്റ്റാർ ഇരിക്കും പോലെ. മൂന്നാമത്തെ നാലാമത്തെ പടമാണ്. നിർമ്മാതാവായ പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹീറോയിൻ നടന്നു വന്നിട്ട് പോലും പുള്ളി മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് ഭയങ്കര ജാടയാണ് ഇയാൾക്ക്, അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരിയാണെന്ന് പറഞ്ഞത്. പക്ഷേ മണിയമ്പിള്ള പറയുന്നതല്ല, ഇത് രണ്ടുമല്ല, ഇയാൾ മഹാ പിശുക്കനാണ് എന്ന്, ഉപ്പ് തേക്കാത്ത, മുറിവിൽ ഉപ്പ് തേക്കാത്ത അത്ര പിശുക്കനാണ് എന്ന് മണിയമ്പിള്ളയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആ ചിന്തകളുമായിട്ടാണ് മണിയമ്പിള്ള അന്ന് രാത്രി കിടന്ന് ഉറങ്ങിയത്. പിറ്റേന്ന് മണിയമ്പിള്ളയെ കാണാൻ സുഹൃത്തായ ഒരു നടൻ വന്നു. വന്നിടം തന്നെ മണിയമ്പിള്ളയോട് പറഞ്ഞു, രാജു, എൻ്റെ കല്യാണമാണ്, രജിസ്റ്റർ വിവാഹമാണ്, പക്ഷേ താലി കെട്ടി തന്നെ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവരണമെന്ന് അമ്മയ്ക്ക് ഒരേ വാശി. എൻ്റെ കയ്യിൽ 10 പൈസയില്ല, കുറച്ച് പണം കടമായി തരാനുണ്ടോ എന്ന് ചോദിക്കാനാണ് നവവരൻ മണിയമ്പിള്ളയെ സെറ്റിൽ വന്ന് കണ്ടത്. അതിരാത്രത്തിൻ്റെ സെറ്റിലാണ്. മണിയമ്പിള്ളയാണെങ്കിൽ 10 പൈസ, ഇന്നത്തെ പോലെ അല്ലല്ലോ, 10 പൈസ കയ്യിലില്ലാത്ത സമയം. 500 രൂപ തികച്ചെടുക്കാൻ പുള്ളിയുടെ കയ്യിലില്ല. പക്ഷേ കല്യാണത്തിനൊരു താലിമാല വാങ്ങാൻ കുറച്ച് പൈസ ചോദിക്കാൻ വന്ന് എങ്ങനെ അയാളെ വെറുതെ പറഞ്ഞു വിടുമെന്ന് മണിയമ്പിള്ളയ്ക്ക് തോന്നി. എന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തലേദിവസം നാരങ്ങ വെള്ളത്തിന് പൈസ കൊടുക്കാത്ത മമ്മൂട്ടിയോട് തന്നെ ചെന്ന് സംസാരിച്ചു. കാര്യം പറഞ്ഞ മമ്മൂട്ടി ആ നവവരനെ വിളിച്ച് മുറിക്കകത്ത് കയറ്റി നന്നായിട്ട് 4 പറഞ്ഞു. നിനക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ നീ എന്നോടല്ലേ ചോദിക്കേണ്ടതെന്നൊക്കെ വഴക്ക് പറഞ്ഞിട്ട് താലിമാല വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് 3000 രൂപ കൊടുത്തു. ഇത് 10-25 വർഷം മുമ്പുള്ള കഥയാണ് പറയണേ. ആ കാഴ്ച കണ്ടു നിന്ന മണിയമ്പിള്ളയ്ക്ക് പിന്നെയും ഒരു സംശയം, ഇയാൾ ഏത് തരക്കാരനാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ അന്നത്തെ കാലത്തൊരു നാരങ്ങ വെള്ളത്തിന് ചിലപ്പോൾ 1 രൂപ വില കാണുമായിരിക്കാം, 50 പൈസ 1 രൂപ കാണും. ആ 1 രൂപ കൊടുക്കാത്തവൻ കൂട്ടുകാരൻ്റെ താലി കെട്ടാൻ മാല വാങ്ങിക്കാനായിട്ട് 3000 രൂപ എടുത്ത് നീട്ടി. അയാളത് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോഴാണ് മണിയമ്പിള്ളയ്ക്ക് തോന്നി, ഇയാൾ ഏത് തരക്കാരൻ എന്നാലോചിച്ചു. തലേന്ന് കഷ്ടകാലത്തിനൊരു നാരങ്ങ വെള്ളം കുടിച്ചതിൻ്റെ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു സഹപ്രവർത്തകന് താലി വാങ്ങാൻ 3000 രൂപ ഒരു മടിയുമില്ലാതെ, ഒരു വഴക്കും പറയാതെ, നീ എന്നോടല്ലേ ചോദിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുന്ന കണ്ടപ്പോൾ മണിയമ്പിള്ളയ്ക്ക് ഇയാളുടെ സ്വഭാവം മനസ്സിലായില്ല. താലി വാങ്ങാൻ കാശിനായി വന്ന മനുഷ്യനെ നിങ്ങൾക്കറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. സാക്ഷാൽ നമ്മുടെ ശ്രീനിവാസനാണ് വന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞ പ്രശസ്തമായൊരു പ്രസംഗമുണ്ട്, നിങ്ങൾ കേട്ടിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനിയായ ഇന്നസെൻ്റ് ഭാര്യ ആലീസിൻ്റെ വള പണയം വെച്ച് കൊടുത്ത കാശിൽ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് മദ്രാസിൽ നിന്ന് നാട്ടിൽ വന്നു കല്യാണം കഴിക്കാൻ, വിമല ടീച്ചറെ കല്യാണം കഴിക്കാനായിട്ട്. മുസ്ലിമായ മമ്മൂട്ടി തന്ന കാശിൽ താലിമാല വാങ്ങി. ഹിന്ദു എന്ന് പറയപ്പെടുന്ന ഞാൻ വിമലയുടെ കഴുത്തിൽ താലി കെട്ടി. ഇതിലെവിടെയാണോ ജാതിയും മതവും? എന്ത് ജാതി എന്ത് മതം എന്നാണല്ലോ ഷീനിച്ചേട്ടൻ ആ പ്രസംഗത്തിൽ പറഞ്ഞത്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ മുതൽ തന്നോട് സ്നേഹം കാട്ടിയ, തനിക്ക് വേണ്ടി ശബ്ദം പോലും നൽകിയ ശ്രീനിവാസൻ വിവാഹം കഴിക്കാൻ പോകുന്നതും താലിമാല വാങ്ങാൻ ഞാൻ അയാൾക്ക് 3000 രൂപ കൊടുത്തതും മമ്മൂട്ടി ഭാര്യ സുൽഭത്തിനോട് പറഞ്ഞു. അത് കേട്ടതും അവർ വല്ലാണ്ടായി. മമ്മൂട്ടിയെ അവർ വഴക്ക് പറഞ്ഞു. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? അങ്ങേരെ പോലൊരു നടൻ നിങ്ങളോട് താലിമാല വാങ്ങാൻ പണം കടം ചോദിച്ചപ്പോൾ ഒരു 3000 രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ അപ്പോൾ 3000 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്നായി മമ്മൂട്ടി. 10,000 രൂപയെങ്കിലും
കൊടുക്കണമായിരുന്നുവെന്ന് സുൽഫത്ത്. നല്ല പാർട്ടിയല്ലേ. മമ്മൂക്കയുടെ ഭാര്യ മമ്മൂട്ടിയോട് പറയാണ്, നിങ്ങൾ 3000 അല്ല ഒരു 10,000 രൂപ കൊടുക്കാത്തതെന്നാണ് അവർ ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് മണിയമ്പിള്ള രാജു പറയുന്നത്, ഈ ഭൂലോകത്തുള്ള, ഈ കേരളത്തിലല്ല, ഈ ഭൂലോകത്തുള്ള ഏറ്റവും നല്ല 5 ഭാര്യമാരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊരാൾ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തായിരിക്കുമെന്നാണ് മണിയമ്പിള്ള രാജു പറയുന്നത്. അതിനൊരു സംശയവും വേണ്ട എന്ന് രാജുവേട്ട പറയുന്നു. കാരണം ഇത്രയും നല്ല പെരുമാറ്റം ഞാൻ വേറെ ഒരു ഭാര്യമാരിലും കണ്ടിട്ടില്ല എന്നാണ് മണിയമ്പിള്ള സുൽഫത്തിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്. മമ്മൂട്ടിയുടെയും മക്കളുടെയും വിജയങ്ങൾക്കും ഐശ്വര്യത്തിനും എല്ലാം കാരണം സുൽഫത്ത് എന്നാണ് മണിയമ്പിള്ള രാജു പറയുന്നത്. മണിയമ്പിള്ള പറഞ്ഞ ഒരു അനുഭവം കൂടി പറഞ്ഞ് മമ്മൂട്ടിയെ പറ്റി പറഞ്ഞ ഒരു അനുഭവം കൂടി പറയാം. മമ്മൂട്ടി സൂപ്പർ സ്റ്റാറായ കാലം, തിരക്കുള്ള സമയം, മദ്രാസിൽ മമ്മൂട്ടിയും മണിയമ്പിള്ളയും ഒരു പടത്തിൽ അഭിനയിക്കുകയാണ്. അക്കാലത്ത് മണിയമ്പിള്ളയ്ക്ക് സ്വന്തമായിട്ട് വീടില്ല. ഈ മോഡൽ സ്കൂളിൻ്റെ അവിടെയുള്ള തറവാട്ട് വീടല്ലേ ഉള്ളൂ. തിരുവനന്തപുരത്ത് ജവഹർ നഗറിൽ ഒരു 10 സെൻറ്റ് പ്ലോട്ട് വാങ്ങാനായിട്ട് മണിയമ്പിള്ള കണ്ടുവച്ചു. വീട് വയ്ക്കാൻ പറ്റിയ നല്ല നിരപ്പായ സ്ക്വയറായ സ്ഥലം. സെൻറ്റിന് 12,000 രൂപ വില. അപ്പോൾ 10 സെൻറ്റ് വാങ്ങണമെങ്കിൽ 1,20,000 രൂപ വേണം. അത്രയും തുക അക്കാലത്ത് മണിയമ്പിള്ളയുടെ കയ്യിലില്ല. ഒന്നിച്ച് ആരോടെങ്കിലും 1,20,000 രൂപ തരുമെന്ന് വെച്ചാൽ ആരും തരില്ല. അപ്പം മണിയമ്പിള്ള വിചാരിച്ചു ഒരു 4-5 പേരിൽ നിന്നായിട്ട് പിരിക്കാം, അപ്പോൾ പൈസ തികയും, കുറച്ച് പൈസ കയ്യിലുണ്ടല്ലോ. അപ്പോൾ കടമായിട്ട് ചോദിക്കാം എന്നായി, പലരിൽ നിന്നായിട്ട് മറിക്കാം എന്ന് തീരുമാനിച്ചു. മോഹൻലാലും മമ്മൂട്ടി അടക്കം നല്ല കുറച്ച് സുഹൃത്തുക്കൾ മണിയമ്പിള്ളയ്ക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ലാൽ അടക്കമുള്ളവരോട് കടം ചോദിക്കാനൊരു മടി. എന്നിട്ടും മനസ്സ് പറഞ്ഞു മമ്മൂട്ടിയോട് ധൈര്യമായി ചോദിക്കുന്നു. കാരണം മോഹൻലാലിന് ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ട് മോഡൽ സ്കൂൾ യുവനോത്സവത്തിന് 1ാം സമ്മാനം മികച്ച നടൻ്റെ അവാർഡ് വാങ്ങിക്കൊടുത്ത ആളാണ് മണിയമ്പിള്ള. എന്നാലും എന്തോ നമ്മുടെ ഈ സൗഹൃദത്തിലിരിക്കുമ്പം മോഹൻലാലിനോടൊക്കെ കടം ചോദിക്കുന്നത് ശരിയല്ല എന്ന് പുള്ളിക്കൊരു തോന്നൽ. പക്ഷേ മനസാക്ഷി പറയുകയാണ്, നീ ആ മമ്മൂട്ടിയോട് ചോദിക്കടാ, ഉറപ്പായിട്ട് തരും എന്നാണ്. അങ്ങനെ ഇദ്ദേഹം ഷൂട്ട് സെറ്റിൽ വെച്ച് മമ്മൂട്ടിയോട് കാര്യം പറഞ്ഞു. പോരാടുന്നു, നിനക്കൊക്കെ വീട് വയ്ക്കാൻ ഞാൻ പണം കടം തരണോ എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി. ഷൂട്ട് സെറ്റിൽ ആരുടെയൊക്കെ മുമ്പിൽ വെച്ചായിരുന്നു ഈ പറച്ചിൽ. ശരിക്കും മണിയമ്പിള്ള വീണ്ടും ചമ്മി. ഈ മമ്മൂക്കയ്ക്ക് സ്ഥലകാല ബോധമില്ലല്ലോ, പറയേണ്ടത് ഇവിടെ വെച്ച് എന്തും പറയുമല്ലോ. ഇപ്പോൾ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ അവാർഡ് ദാനം നടക്കുന്നിടത്ത് വെച്ച് ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ സ്വർണ്ണ മെഡൽ വാങ്ങാൻ വന്ന എന്നോടല്ലേ ഞാൻ ലാലിൻ്റെ കല്യാണത്തിന് ഒരുത്തനെ തല്ലുന്ന താൻ കണ്ടോടോ എന്ന് ചോദിച്ചത്. പുള്ളിക്ക് സ്ഥലകാലം അങ്ങനെയൊന്നുമില്ല, മനസ്സിൽ തോന്നുകയാണെങ്കിൽ ആരുടെ മുമ്പ് വെച്ചും ചോദിക്കും. മണിയമ്പിള്ള ശരിക്കും ചമ്മി. നാരങ്ങ വെള്ളത്തിന് പൈസ കൊടുക്കാതെ ചമ്മിച്ച ഒരനുഭവം മുമ്പ് ഉണ്ടായതാണ്. ചോദിക്കണ്ടായിരുന്നു പൈസ എന്ന് മണിയമ്പിള്ളയ്ക്ക് തോന്നി. എന്തായാലും ചോദിച്ചു പോയില്ലേ, അപമാനിതനായെന്ന് അയാൾക്ക് തോന്നി. കാരണം ചുറ്റും ആൾക്കാർ നിൽക്കുമ്പോഴല്ലേ പറഞ്ഞു, പിന്നെ നിനക്ക് വീട് വയ്ക്കാൻ പൈസ തരാൻ ഞാനാരി എന്നൊക്കെ ചോദിച്ചാൽ ചമ്മിപ്പോയി പുള്ളി. എന്തായാലും അന്ന് രാത്രി മണിയമ്പിള്ള ഉറങ്ങിയതേയില്ല. പിറ്റേന്നും ഇതേ സെറ്റിലാണ് ഷൂട്ടിങ്. ആൾക്കാരുടെ മുഖത്തെങ്ങനെ നോക്കുമെന്ന് ഹോട്ടലിലിരിക്കുമ്പോൾ മണിയമ്പിള്ളയ്ക്ക് ഒരു ചമ്മൽ. എല്ലാവരും സെറ്റിലെത്തി, മണിയമ്പിള്ള എത്തി. മണിയമ്പിള്ള മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി പുറകിലൂടെ വന്ന് ഇങ്ങനെ വന്നിട്ട് മുഖത്തിൻ്റെ മുമ്പ് കൊണ്ടുവന്നൊരു കവർ നീട്ടി. എന്നാടാ ഇന്നലെ ചോദിച്ച 10,000 രൂപ, നീയൊക്കെ സ്ഥലം വാങ്ങിച്ച് വലിയ മുതലാളിയാവും, വീട് വയ്ക്കാനാണ് വാങ്ങിക്കുന്നത്. പക്ഷേ പുള്ളി വിചാരിച്ച് വാങ്ങിച്ച് കൂട്ടാനാണെന്ന്. നീയൊക്കെ സ്ഥലമൊക്കെ വാങ്ങിച്ച് വലിയ മുതലാളിയാവും. ആ 10,000 രൂപ വലിയ ഐശ്വര്യമുള്ളതായിരുന്നു എന്നാണ് രാജുചേട്ടൻ പറയുന്നത്. പലരിൽ നിന്നും പിന്നെ കാശ് കിട്ടാൻ ഒരു മടിയും വന്നില്ല. നല്ല വർക്കത്തുള്ള ഒരാളുടെ നിന്നല്ലേ കിട്ടിയത്. അപ്പോൾ പിന്നെ ചോദിച്ചവരെല്ലാം കാശ് കൊടുത്തു, വസ്തു രജിസ്റ്റർ ചെയ്തു, അതിലൊരു നല്ല വീട് വെച്ചു. അവിടെയാണ് ഇപ്പോഴും മണിയമ്പിള്ള രാജു താമസിക്കുന്നത്. അദ്ദേഹവും കുടുംബമായിട്ട് താമസിക്കുന്നത്. നല്ല നല്ല രസമുള്ള വീടും നല്ല സ്ഥലവുമാണ്. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ, താൻ കൊടുത്ത 10,000 രൂപയിലാണ് മണിയൻ വസ്തു വാങ്ങാൻ തുടക്കമിട്ടതെന്നോ അവിടെ മണിയമ്പിള്ള വീട് വെച്ചുവെന്നോ വസ്തു വാങ്ങാൻ സാധിച്ചതിൻ്റെ നന്ദി സ്നേഹത്തിൽ പൊതിഞ്ഞ് മണിയമ്പിള്ള ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നോ ഒന്നും മമ്മൂട്ടിക്ക് ഓർമ്മ പോലുമില്ല. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മണിയമ്പിള്ള വാങ്ങിയ പണം തിരികെ കൊടുക്കുമ്പോൾ മമ്മൂക്ക് ചോദിച്ചത്, ഞാൻ തനിക്ക് 10,000 രൂപ വന്നു, എവിടെ വെച്ച്, എന്തിന്?
ഞാൻ എന്തിനാ നൽകിയത് അത് പറ. കാരണം അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മയില്ല. ആ പറയുന്ന സമയത്ത് വർത്താനേ ഉള്ളെന്നേ, കൊടുത്തത് പുള്ളി അങ്ങ് മാച്ചു കളഞ്ഞു മനസ്സിൽ നിന്ന്. അപ്പോൾ മണിയമ്പിള്ള പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. 12,000 രൂപ വെച്ച് വാങ്ങിയ ആ സ്ഥലത്തിന് ഇപ്പോൾ സെൻറ്റിന് 1/4 കോടി രൂപ വിലയുണ്ട്. അപ്പോൾ ആലോചിക്ക്, 10 സെൻറ്റ് സ്ഥലത്തിന് തന്നെ ഉണ്ട് ഏതാണ്ട് 2.5 കോടി. അന്ന് 10,000 രൂപ ആദ്യമായി നൽകാൻ മമ്മൂട്ടി തയ്യാറായില്ലായിരുന്നുവെങ്കിൽ ഈ വസ്തു കണ്ടവും കൊണ്ടുപോയേനെ എന്നാണ് മണിയമ്പിള്ള പറയുന്നത്. മണിയമ്പിള്ളയും മമ്മൂട്ടിയും തമ്മിലുള്ള എഴയെടുപ്പത്തിൻ്റെ ഏറ്റവും നല്ല ദൃശ്യമായിരുന്നു നമ്മുടെ പാവം കൊച്ചിൻ അനീഫ് മരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മണിയമ്പിള്ള മമ്മൂട്ടിയുടെ നെഞ്ചത്ത് കിടക്കുന്ന വിഷ്വൽ എല്ലാവരും വേദനിപ്പിച്ചൊരു വിഷ്വലായിരുന്നു. അവസാനമായി കൊച്ചിൻ അനീഫയെ കാണാൻ വന്ന മണിയമ്പിള്ള മമ്മൂട്ടിയുടെ നെഞ്ചി കിടന്ന് കരയുന്ന രംഗം മനസാക്ഷിയുള്ളവരെയൊക്കെ അവിടെ നിന്ന് അവരെയൊക്കെ കണ്ണ് നനയിച്ചു എന്നുള്ളതാണ് സത്യം. സിനിമയിൽ എന്തെങ്കിലും ആകാനുള്ള അലച്ചിൽ കാലത്ത് കൊച്ചിൻ അനീഫയും മണിയമ്പിള്ളയും തുല്യരും ഭാഗ്യ അന്വേഷികളും ഹൃദയങ്ങൾ പങ്കിടുന്നവരും ഒക്കെ ആയിരുന്നു. ഇരുവർക്കും പലപ്പോഴും പട്ടിണിയായിരുന്നു കൂട്ട്. മലയാള സിനിമയിൽ ഏറ്റവും നല്ല ഭക്ഷണം നൽകുന്ന സെറ്റ് ഏതെന്ന് എന്നോട് ചോദിച്ചാൽ മണിയമ്പിള്ള രാജു നിർമ്മിക്കുന്ന സിനിമകളുടെ സെറ്റിലാണെന്ന് ഞാൻ പറയും. അദ്ദേഹം അതിൽ എന്താ പറയുക, പൈസ ചിലവാകുന്നതിന് ഒരിക്കലും അദ്ദേഹം തടസ്സം നിന്നിട്ടില്ല. നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല താമസ സ്ഥലം കൊടുക്കണമെന്ന് വാശി പിടിക്കുന്ന നിർമ്മാതാവാണ്. പലരും തട്ടുകൂട്ടി വയറിളകുന്ന സാധനങ്ങളൊക്കെ അല്ലേ കൊടുക്കണേ. പക്ഷേ മണിയമ്പിള്ളയുടെ സെറ്റിൽ നല്ല ഫുഡാണ് എല്ലാവർക്കും. നല്ല ആഹാരപ്രിയനാണ് മണിയമ്പിള്ള. പല സെറ്റിൽ നിന്നും വായിൽ വെച്ച് രുചിക്കാൻ പറ്റാത്ത ഭക്ഷണം കഴിച്ച അനുഭവത്തിൽ നിന്നാണ് എൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ ഒരാൾ പോലും ഭക്ഷണം കൊള്ളുകയില്ല എന്ന് പറയിപ്പിക്കാത്ത ഭക്ഷണം മണിയമ്പിള്ള നൽകാൻ തുടങ്ങിയത്. ഭാഗ്യം തേടി മദ്രാസിൽ അലഞ്ഞപ്പോഴും നല്ല ഭക്ഷണം വേണം എന്ന ചിന്താഗതിക്കാരനായിരുന്നു മണിയമ്പിള്ള രാജുചേട്ടൻ. എന്നാൽ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയുമാണ്. അടുത്തടുത്ത മുറികളിലാണ് മണിയമ്പിള്ള രാജുവും കൊച്ചിൻ അനീഫയും താമസിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് വല്ലപ്പോഴും വരുന്ന 10-15 രൂപ വരുമ്പോഴോ അല്ലെങ്കിൽ വല്ല പടത്തിലും തല കാണിച്ചാൽ 5-10 കിട്ടിയാൽ അപ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമോഹൻ ഹോട്ടലിൽ സഹസംവിധായകനായിരുന്ന തമ്പി കണ്ണന്താനം മണിയമ്പിള്ളയ്ക്ക് ഒരു പറ്റുപടി ഏർപ്പാടാക്കി കൊടുത്തു. കടം 1 മാസത്തേക്ക് പൈസ വരുമ്പം തരും എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞ് തമ്പി കണ്ണന്താനം ഈ പറയുന്ന ചന്ദ്രമോഹൻ ഹോട്ടലിൽ ആഹാരം റെഡിയാക്കി കൊടുത്തു. ഒരു നാൾ എന്തോ കാരണത്താൽ ചന്ദ്രമോഹൻ ഹോട്ടൽ തുറന്നില്ല. തീറ്റപ്രിയനായ മണിയമ്പിള്ളയ്ക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. ചെറുകുടലിനെ വൻകുടൽ തിന്നുന്നു. ആ അവസ്ഥയായി. ഹനീഫ റൂമിലുണ്ട്. നേരെ ചെന്നു കൊച്ചിൻ ഹനീഫയോട് തന്നെ നേരിട്ട് ചോദിച്ചു, ഹനീഫ പൈസ വല്ലതും കയ്യിലുണ്ടോ എന്ന് തിരക്കി. ഒന്നും മടിക്കാതെ സമീപത്തിരുന്ന ഖുറാൻ എടുത്തിട്ട്, പരിശുദ്ധ ഖുറാൻ എടുത്തിട്ട് അതിനകത്ത് വെച്ചിരുന്ന ഒരു 10 രൂപ എടുത്ത് മണിയമ്പിള്ളയ്ക്ക് കൊടുത്തു. ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു മണിയമ്പിള്ളയ്ക്ക്. കാരണം 40 പൈസ കൊടുത്താൽ 4 ഇഡ്ഡലിയും നിറയെ സാമ്പാറും കിട്ടുന്ന കാലമാണെന്ന്. 1.5 രൂപ കൊടുത്താൽ കുശാലായി നല്ല ക്വാളിറ്റിയുള്ള ഊണ് കിട്ടുന്ന കാലമായിരുന്നു. 1 രൂപ കൊടുത്താൽ ജനതാ മീൽസ് എന്ന് പറഞ്ഞ ഒരു അല്പം ഒരു ആവറേജ് ഉള്ള ഊണ് കിട്ടുമായിരുന്നു. ഈ ജനതാ മീൽസ് കൊടുക്കുന്നത് ഒരു കൂതറ അലുമിനിയം പാത്രത്തിലാണ്. അതിൽ കഴിക്കുമ്പോൾ മണിയമ്പിള്ളയ്ക്ക് എന്തോ ഒരു ദുരഭിമാനം ഫീൽ ചെയ്യും, എന്തോ ഒരു കുറവ് പോലെ. അതുകൊണ്ട് മാത്രം മണിയമ്പിള്ള പിന്നെ ഊണ് നിർത്തി. ഉച്ചയ്ക്ക് ഊണില്ല, ഉച്ചയ്ക്ക് ഇഡ്ഡലി തന്നെയാണ് അദ്ദേഹം കഴിക്കുന്നത്. ഹനീഫയാണെങ്കിൽ ഇഡ്ഡലിയൊന്നും കഴിക്കില്ല. 5 പൊറോട്ടയും ഒരു ഡബിൾ ബുൾസയും വാങ്ങിക്കും. അത് വാങ്ങിക്കുന്നത് എപ്പോഴെന്ന് കേട്ടാൽ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തുമല്ല, ഉച്ചയ്ക്കുള്ള ആഹാര സമയത്തുമല്ല, ഇതിൻ്റെ നടുക്ക് വാങ്ങിച്ച് കഴിക്കും. 11:30-12 മണിയാവും വാങ്ങി കഴിക്കും. കാരണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചേർത്താണ് കഴിക്കുന്നത്. അതിന് കൊച്ചിൻ അനീഫ പറയുന്നത് ബ്രഞ്ച് എന്നാണ്. ബ്രഞ്ച് കഴിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നിച്ചാണ് കഴിക്കുന്നത്. 5 പൊറോട്ടയും ഒരു ഡബിൾ ബുൾസി. ഹനീഫ കൊടുത്ത 10 രൂപയും കൊണ്ടുപോയി ആദ്യം വിശപ്പ് മാറ്റി സന്തോഷവാനായി മണിയമ്പിള്ള മടങ്ങി. 4 ദിവസത്തേക്ക് ഈ 10 രൂപ ധാരാളം. ഉച്ചയ്ക്കും പോയി ഇഡ്ഡലി കഴിച്ചു. അപ്പോഴേക്കും ഇഡ്ഡലി കഴിച്ച് തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ മനസ്സിലായി ഹനീഫ അപ്പോഴും റൂമിൽ തന്നെ ഉണ്ട്. ബ്രഞ്ച് കഴിക്കാൻ പോകുന്നില്ല എന്ന് മണിയമ്പിള്ള തിരക്കി. എന്തോ കഴിക്കാൻ തോന്നുന്നില്ല, വയറിന് ഒരു അസ്കിത പോലെ, അതുകൊണ്ട് ഇന്ന് ബ്രഞ്ച് കഴിക്കുന്നില്ല എന്ന് ഹനീഫ പറഞ്ഞു. പൊറോട്ടയും ബുൾസയും പതിവാക്കിയതിൻ്റെ ദഹനക്കേടാവുമെന്ന് മണിയമ്പിള്ള തിരിച്ചും പറഞ്ഞു. സ്ഥിരമായിട്ട് ഇങ്ങനെ പൊറോട്ടയും ഈ ബുൾസയും കഴിക്കുന്നതാണ് നിങ്ങളുടെ കുഴപ്പം, അതൊന്ന് മാറ്റിപ്പിടിച്ചാൽ ഈ ദഹനക്കിടക്ക മാറും എന്നൊരു ഉപദേശം കൊടുത്തു മണിയമ്പിള്ള.
രാത്രിയായപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആകപ്പാടെ കൈവശം ഉണ്ടായിരുന്ന 10 രൂപയാണ് കൊച്ചിന് ഇനിയിപ്പോൾ പാവം ഉച്ചയ്ക്കല്ല രാവിലെ എടുത്ത് മണിയമ്പിള്ളയ്ക്ക് കൊടുത്തത്. ആകെ 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. നിൻ്റെ പൈസ എല്ലാം ഇരിക്കുന്നതെന്ന് വെച്ചപ്പോൾ ഒരു മടിയില്ലാതെ കൊടുത്തത് ആ പൈസയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആഹാരം കഴിക്കാൻ പൈസ ഇല്ല. അതുകൊണ്ട് രാവിലെ കഴിച്ചില്ല, ഉച്ചയ്ക്ക് കഴിച്ചില്ല, രാത്രിയും കഴിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരാൾ മരിച്ചാൽ മനസാക്ഷിയുള്ളവനാണ് ഈ കരഞ്ഞു പോകും, അല്ലെങ്കിൽ അവനെ ക്രൂരനെന്നാണ് പറയേണ്ടത്. അങ്ങനെയാണ് മണിയമ്പിള്ള തേങ്ങി കരഞ്ഞത്. ആ ഓർമ്മകൾ അല തല്ലിയപ്പോഴാണ് ഹനീഫയുടെയും മണിയൻ്റെയും സുഹൃത്തായ മമ്മൂട്ടിയെ കിട്ടിയത് മണിയമ്പിള്ളയ്ക്ക്. തൻ്റെ വിഷമം മുഴുവൻ മമ്മൂട്ടിയുടെ നെഞ്ചിൽ കിടന്ന് തേങ്ങി കരഞ്ഞ് അത് തീർത്തു. ഇവിടെ ഇപ്പോൾ കൂട്ടുകാരൻ്റെ നല്ല പടം റിലീസായാൽ നല്ലതാണെന്ന് പറയുന്നവനെ തല്ലുന്ന കാലമാണ്. നിങ്ങളാലോചിച്ച് നോക്കൂ. മണിയമ്പിള്ള ആയാലും മമ്മൂട്ടി ആയാലും കൊച്ചിൻ ഹനീഫ ആയാലും നിങ്ങളാലോചിച്ച് നോക്കൂ. സൗഹൃദം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ വർത്തമാനകാല മലയാള സിനിമയിൽ ഒരു കൂട്ടുകാരൻ്റെ നല്ല സിനിമ ഇറങ്ങിയാൽ ആ സിനിമ നല്ലതെന്ന് ഏവനെങ്കിലും പറഞ്ഞാൽ അവനെ ചവിട്ടിക്കൂട്ടുക, അവൻ്റെ കണ്ണാടി ചവിട്ടി പൊട്ടിക്കുക എന്ന് പറയുന്ന കാലത്തിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ മണിയമ്പിള്ള രാജുവിൻ്റെയും മമ്മൂട്ടിയുടെയും കൊച്ചിൻ ഹനീഫയുടെയൊക്കെ സൗഹൃദ കൂട്ടായ്മയുടെ ബലം നമ്മൾ അറിയുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിട പറഞ്ഞു പോയ കൊച്ചിൻ ഹനീഫ എന്ന് പറഞ്ഞ സാധുവായ മനുഷ്യൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി പുഷ്പാഞ്ജലി നേർന്നുകൊണ്ട്, ആത്മാഞ്ജലി നേർന്നുകൊണ്ട്. രോഗഗ്രസ്തനായിരുന്നു മണിയമ്പിള്ള, ക്യാൻസർ രോഗബാധിതനായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എങ്ങനെയുണ്ട് ദിനേശേ, ആഹാരം കഴിക്കാൻ ഞാൻ കുറേ ദിവസം ബുദ്ധിമുട്ടി, ഇപ്പം ഓക്കെ, ഞാൻ വീണ്ടും പഴയ മണിയമ്പിള്ള ആവുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ക്യാൻസറിൽ നിന്ന് പതിയെ കരകയറി വരികയാണ്. അതും ആഹാരം കഴിക്കാനുള്ള ഇവിടെയൊക്കെ സംഭവിച്ചാൽ എന്താവും നിങ്ങൾ ആലോചിച്ചു. മൂന്നാമൻ ചെറിയ അസുഖങ്ങളുമൊക്കെ ആയിട്ട് ചികിത്സയും വിശ്രമവും ഒക്കെ ആയിട്ട് മദ്രാസിലുണ്ട്. ഈ 3 പേരെ പറ്റി ഓർക്കാനും മണിയമ്പിള്ളയുടെ കൂട്ടായ്മയെ പറ്റി പറയാനും കഴിഞ്ഞതിൽ എനിക്കതിയായി സന്തോഷമുണ്ട്. എത്രയും വേഗം മണിയമ്പിള്ള രാജു ആയാലും ശരി, മമ്മൂക്കായാലും ശരി, എത്രയും വേഗം രോഗത്തിനെയൊക്കെ കീഴടക്കി വീണ്ടും ലൈവായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് കാലം നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.